ഹലോ വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 3 വയസ്സുള്ള ബേബിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു കുട്ടി ഉടുപ്പാണ് കേട്ടോ. അപ്പം ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാൻ 1 മീറ്റർ ഇല്ല, 1 മീറ്ററിന് 20 പോയിന്റ് കുറവ്, അത്രേ തുണി എൻ്റെ കയ്യിലുള്ളൂ. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് മുകൾ വശം കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സെയിം അളവിൽ ഇതുപോലെ 2 പീസ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഇങ്ങോട്ട് 16 ഇഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് ഞാൻ എടുത്തിരിക്കണ 7.5 ഇഞ്ചാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം. അപ്പം ഇതുപോലെ ഞാൻ ഈ ഒരു തുണീനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു മുകൾ വശത്തായിട്ട് ഞാൻ ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു മുകൾ ഭാഗത്ത് 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നേരെ അടിയിലേക്ക് നമുക്ക് ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ വീഡിയോയിൽ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യണേ, അതെനിക്ക് തെറ്റ് പറ്റിയതാണ് കേട്ടോ. 1.5 ഇഞ്ച് നേരെ അടിയിലേക്ക് ആം ഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആം ഹോള് എൻഡ് ചെയ്ത പോർഷനിൽ ഞാൻ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് 5.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാനൊരു 3 വയസ്സുള്ള ബേബിയുടെ അളവിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 5.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് 5.25 വരണേ, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. തയ്യൽ തുമ്പ് ഞാനൊരു 1.5 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഇഞ്ചാണ് കേട്ടോ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. അതിനൊന്ന് നീട്ടി വരച്ചു കൊടുത്തു. ഇനി അടിഭാഗത്തായിട്ട് ഞാനൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്, അതൊന്ന് മാർക്ക് ചെയ്തു. അവിടെയും തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു തയ്യൽ തുമ്പുകൾ ഞാനൊന്ന് കണക്ട് ചെയ്ത് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ ചെയ്തപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ആം ഹോളിൻ്റെ ഇറക്കം കൂടി, അതുപോലെ തന്നെ ഞാൻ ആം ഹോളിൻ്റെ കർവ് ഒന്ന് കുഴിച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ 1.5 ഇഞ്ച് എടുത്തിട്ട് ആം ഹോള് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്യാം. ഇപ്പോൾ വരച്ചേക്കടെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുള്ള പോർഷൻ നമ്മളിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തു കേട്ടോ. 2 പീസ് വരുന്നുണ്ട്, ഒന്ന് ഫ്രണ്ടിലേക്ക് കിട്ടും, ഒന്ന് ബാക്കിലേക്കാണ് വരുന്നത്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് അടിഭാഗത്തേക്ക് ഫ്രില്ലിനുള്ളത് കട്ട് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് അടിഭാഗത്തേക്ക് പ്ലീറ്റ്സിനുള്ള തുണി കട്ട് ചെയ്യാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെയിം അളവിൽ ഇതുപോലെ 2 പീസ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു തുണിയുടെ വീതി വരുന്നത് നേരെ അടിയിലേക്ക് 14.25 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു നീളം വരുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് 31 ഇഞ്ചാണ്. അപ്പം ഇതുപോലെ സെയിം അളവിൽ 2 പീസ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ 2 പീസ് മെറ്റീരിയലാണ് കേട്ടോ കട്ട് ചെയ്തിരിക്കണേ. നേരെ ഇങ്ങോട്ട് 31, അടിയിലേക്ക് 14.25. ഇനി അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ സ്ട്രാപ്പിനുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാം. അതിനായിട്ട് ഞാൻ സെയിം അളവിൽ 4 പീസ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണിയുടെ നീളം വരുന്നത് 6 ഇഞ്ചാണ്. അതുപോലെ തന്നെ നേരെ അടിയിലേക്ക് വീതി വരുന്നത് 5 ഇഞ്ച്. ഈ ഒരു സെയിം അളവിൽ നമ്മൾ 4 പീസ് മെറ്റീരിയൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടിയിട്ട് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്റ്റിച്ചിങ് പാർട്ടിലേക്ക് കിടക്കാം കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ നമുക്ക് അടിവശത്തേക്കുള്ള പ്ലീറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ പോലെ ഇതുപോലെ കൈ കൊണ്ട് ചെറിയ ചെറിയ ചുരുക്കിട്ട് കൊടുക്കില്ലേ, വേണമെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഞെറിവുകൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു യോക്ക് പോർഷനായിട്ട് ഈ ഒരു പ്ലീറ്റ് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയല്ല പ്ലീറ്റ് ഇടുന്നത്, നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ചുരുക്കുണ്ടാക്കില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ ചുരുക്കിട്ട് കൊടുക്കുന്നത്. അപ്പം ഞാൻ ലോങ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം ചുരുക്കുണ്ടാക്കിയിട്ട് കാണിക്കാം. അപ്പം ഞാൻ ഇതുപോലെ ചുരുക്കുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ചുരുക്കിട്ട് കൊടുക്കണതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഫ്രോക്ക് നൈറ്റിയുടെ വീഡിയോസിൽ ഒരുപാട് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചുരുക്കം എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും, വലിയ കാണിയിൽ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം ആ നൂല് 2 സൈഡിൽ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചുരുക്കുകൾ കിട്ടും കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ബോഡി പോർഷനുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് പ്ലേറ്റിന് നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് നമ്മുടെ ഈ ഒരു യോക്ക് പോർഷനെ നല്ല വശം ചേർത്ത് വെക്കാം. അതായത് 2ൻ്റെയും നല്ല വശം ഇതുപോലെ ചേർത്ത് വെക്കുക.
അത് കഴിഞ്ഞ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമുക്ക് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്ച്ചതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ പ്ലീറ്റ്സ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ആം ഹോൾ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ആം ഹോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്ത് തയ്ച്ചെടുക്കാം. ഞാനിവിടെ 2 വട്ടം ഒന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യം ദേ ഒന്ന് മടക്കും, അതിനുശേഷം വീണ്ടും ഒന്നും കൂടി മടക്കി ഈ ഒരു ആം ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ മടക്കി തയ്ച്ചതിന് ശേഷം കാണിക്കാം. ഇപ്പം നമ്മളിത് 2 സൈഡിലും ആം ഹോളും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകൾ വശവും ഒന്ന് മടക്കി ഇതുപോലെ തയ്ച്ചു കൊടുത്തു കേട്ടോ. ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് മുകൾ വശവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സൈഡ് എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു പീസിൻ്റെ നല്ല വശത്തിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഞാൻ ലൈനിങ് ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സൈഡും തയ്ച്ചതിന് ശേഷം കാണിക്കാം. അങ്ങനെ 2 സൈഡും നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നല്ല വശം പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതേ നല്ല വശം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് അടിഭാഗത്ത് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കുക. അപ്പോൾ രണ്ടും ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. അങ്ങനെ നമ്മൾ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിവശത്ത് ചെറുതായിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് മേലേക്കൂടെ ഒന്ന് തയ്ച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം തന്നെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ 2 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പ് വരിക. അങ്ങനെ 2 സൈഡിലേക്കുള്ള ഷോൾഡർ സ്ട്രാപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേക്കണ പോലെ 2 സൈഡിലും ബോഡി പോർഷൻ്റെ 2 അറ്റത്തായിട്ട് ഈ കാണിച്ച പോലെ വെച്ചതിന് ശേഷം ഒന്ന് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഷോൾഡർ സ്ട്രാപ്പൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.